ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതെങ്കിലും അബദ്ധ സഞ്ചാരത്തിന്റെ ഒരു ഔദാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോണത് ഇങ്ങനെ കുറെ കോൺഗ്രസ് നേതാക്കന്മാർ വഴിപിഴച്ചു പോയി അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ല ഞങ്ങൾ പ്രവർത്തിക്കാൻ പോണത്. ഞങ്ങൾ നാട്ടിൽ ചെയ്ത കാര്യത്തിന് വോട്ട് ചെയ്താണ്. താങ്കൾ ഒരു ഔദാര്യം വേണ്ടെന്ന് കേട്ടപ്പോൾ എന്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം. അപ്പൊ കോൺഗ്രസ് CPM-ന്റെ നിലപാടെന്തായിരിക്കും സഭയ്ക്കകത്ത്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മൗനത്തോടു കൂടി സ്വീകരിക്കുമോ? അദ്ദേഹത്തിനെതിരായുള്ള പ്രതിഷേധം അവിടെ ഉയരുമോ? എങ്ങനെയായിരിക്കും നിങ്ങളുടെ നിലപാടെന്ന് അറിയാൻ വേണ്ടിയാ. ഞാൻ ഒന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട രാഹുൽ അങ്ങോട്ട് വരരുത് കേട്ടോ. രാഹുൽ മാറി നിന്നാലും ഞങ്ങളങ്ങ് പൂശിക്കളയാം. അങ്ങനെ രാഹുൽ മാറി നിന്നിട്ട് ഞങ്ങളെ പൂശാനില്ല. ആ പൂതി വേണ്ട. അത് വഴിയേ അറിഞ്ഞോളൂ. ഇവിടെ കഴിഞ്ഞ കുറെ നേരമായി സംസാരിച്ചിട്ടും CPM-ന്റെ പ്രതിനിധിക്ക് ഈ റാഷിദ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അത് ശ്രദ്ധിച്ചോ? അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം എന്താ? ചാർജ് ഷീറ്റുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഇവരുടെ MLA-യും മന്ത്രിയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ CPM-ന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശശീന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിരുന്നോ? എല്ലാം പോട്ടെ, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ എത്ര വ്യക്തമായിട്ടാണ് ആരോപണം പറഞ്ഞത്? കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലുള്ള പറഞ്ഞത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന വോയിസ് നോട്ട് നമ്മൾ ഈ കേരളം മുഴുവൻ കേട്ടതല്ലേ? എന്താ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് വരണം, നമ്മൾ ഈ പറയുന്നതൊന്നും പുറത്തൊന്നും അറിയരുത്, മഴയാണെങ്കിൽ മഴക്കോട്ടിട്ട് വരണം. അങ്ങനെ പറഞ്ഞ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവരൊക്കെ ഇപ്പോഴും വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുകയാണല്ലോ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. കൂടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐക്കാരിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അതിന്റെ തീവ്രത നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ, ബാലനും ശ്രീമതി ടീച്ചറൊക്കെ. ആ തീവ്രത അളഞ്ഞിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷനൊക്കെ ആ റിപ്പോർട്ടൊക്കെ എവിടെയാ കൊണ്ടുപോയത്? ആ പാവം പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? PK ശശി ഇപ്പൊ KTDC-യുടെ ചെയർമാനാണ്. P ശശി എവിടെയായിരിക്കുന്നത്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA-യുടെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് 2 വർഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ ചെയ്തത്? ഞങ്ങൾ അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം കേരള നിയമസഭയിൽ എന്തോ പറയുന്ന ചോദിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങൾ CPM-ന്റെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഒരു ചാനലിലും ചർച്ചയ്ക്ക് വരാതിരുന്നത്? അതിന്റെ കാരണം കേരളത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഉയരുന്ന സാധാരണക്കാരന്റെ, കോൺഗ്രസുകാരന്റെ പരാതി മാത്രമല്ല, തൃശ്ശൂരുള്ള സുജിത്തിന്റെ പരാതിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. പാവപ്പെട്ടവന്റെ, ദളിതന്റെ, സാധാരണക്കാരന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാൻ പറ്റാത്ത കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര മന്ത്രിക്കെതിരെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇന്ന് സാധാരണക്കാരന് കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, അവിടെ പഴയ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. നിങ്ങൾക്ക് നാണമുണ്ടോ പറയാൻ? കോട്ടയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ കുളിക്കാൻ പോയപ്പോ അപ്പുറത്ത് രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കുളിക്കാൻ പോയി, തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ വീണ് മരിച്ച് ആ പാവപ്പെട്ട കുടുംബത്തിന് നിരാലംബമായി ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ആ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. എന്നിട്ട് അതിനെപ്പറ്റിയാ പറയുന്നത് അപ്പുറത്ത് ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ.